ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് ആണ്. അപ്പോൾ അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിങ് കാണുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജി കിട്ടുന്നുണ്ട്. എന്തോ ഒരു വലിയൊരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു അടുത്ത സമയത്തായിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി അതായത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും എവിടെയോ മാറിപ്പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു പക്ഷെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ആ ഒരു കാര്യത്തിനായിട്ട് അവർ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ എന്തോ ഒരു കർമ്മ ഈ ഒരു സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ്. ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് വളരെയധികം മെന്റലി ടയേർഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങളിൽ നിന്നും മാറിപ്പോകുവാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എത്ര തന്നെ ഈ ഒരു വ്യക്തിയോട് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാലും അവർ അവിടെ തന്നെ പിടിച്ചു നിൽക്കും. അവർക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തോട്ട് പോകണ്ട എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് അവർ മെന്റലി വളരെയധികം ടയേർഡ് ആണെങ്കിൽ പോലും നിങ്ങളിൽ നിന്നും വിട്ടുപോകുവാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് മുൻപ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായിട്ടും അതിന്റെ പേരിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മാറ്റി നിർത്തിയപ്പോൾ, അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കാതിരുന്നപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു വാല്യൂ തിരിച്ചറിയുന്നതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളോട് ഒരു ക്ഷമ ചോദിക്കുവാനായിട്ട് ഈ ഒരു വ്യക്തി വരുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് ഇവർ ഒരു തെറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിന് ക്ഷമ ചോദിക്കുവാനും, അതുപോലെ തന്നെ ഈ ഒരു ബന്ധം പഴയ രീതിയിൽ തന്നെ നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ ഒരു വ്യക്തിയുമായിട്ട് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയാൻ വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഉടൻ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്കരികിലേക്ക് വരുമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. 5 ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് നഷ്ടബോധമാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, ഇത് വേണ്ടായിരുന്നു എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത്രത്തോളം എന്തോ ഒരു വേദന ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ടും താൻ ചെയ്ത തെറ്റ് എത്ര വലുതായിരുന്നു എന്നുള്ള രീതിയിൽ ഓർക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവർ വളരെയധികം ഈ ഒരു സമയത്ത് വേദനയിലാണെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ്. പേജ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് വീണ്ടും നമുക്കിത് പറഞ്ഞു തരുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് ക്ഷമ ചോദിക്കണം എന്നുള്ള ചിന്തയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ചെറിയൊരു പേടിയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഏത് രീതിയിൽ ഇവർ പഴയ രീതിയിൽ നിങ്ങൾ ഇവരെ പഴയ രീതിയിൽ സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടിയും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് അവർ ആരൊക്കെയോ ആയി ഈ ഒരു കാര്യം ആലോചിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച്, നിങ്ങളിപ്പോൾ എവിടെയാണ്, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങളിപ്പോൾ ഹാപ്പിയാണോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റാരൊക്കെയോ ആയിട്ട് ഇവർ അന്വേഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സങ്കടങ്ങൾ, ഇവർ ചെയ്തു പോയ ചില തെറ്റുകൾ അത് അവർ അവരുടെ ഫ്രണ്ട്സിനോടായിരിക്കാം ഷെയർ ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ കാണാൻ പോകണമോ അതോ വേണ്ടയോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്,
എന്നുള്ള രീതിയിൽ ചില അവരുടെ ആ ഒരു സംശയങ്ങൾ അവർ അവരുടെ സുഹൃത്തുക്കളോട് ഈ ഒരു സമയത്ത് ചോദിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. എയ്സ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളോട് വന്ന് ക്ഷമ ചോദിക്കുകയും അതുപോലെ തന്നെ അവരുടെ സ്നേഹം നിങ്ങൾക്ക് നേരെ വെച്ച് നീട്ടണം എന്നുള്ള ചിന്തയിൽ അവർ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കുറച്ച് ധൈര്യക്കുറവുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വീണ്ടും അവരെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു പേടി ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി വളരെയധികം ദുഃഖത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സമയത്ത്, അതായത് ഈ ഒരു സമയത്തല്ല, മുൻപ് ഒരു സമയത്ത് നിങ്ങളെ ഈ ഒരു വ്യക്തി വളരെയധികം വേദനിപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി തന്ന വേദനയിലൂടെ നിങ്ങൾ ചില കാര്യങ്ങൾ ഇവിടെ പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇമോഷണൽ മെച്യൂരിറ്റി കൈവരിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ ആരെ സ്വീകരിക്കണം, ആരെ മാറ്റി നിർത്തണം എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മുൻപ് നിങ്ങൾ അനുഭവിച്ച അതേ വേദന ഇന്ന് ആ ഒരു വ്യക്തി അനുഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കർമ്മ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വേദന അത് ആ ഒരു വ്യക്തിക്ക് ഇരട്ടിയായി ലഭിച്ച ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വീണ്ടും ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ എനർജി എന്ന് പറയുമ്പോൾ ഒരു നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു എനർജി ഒക്കെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളുടെ പ്രാധാന്യമൊക്കെ ഇവർ തിരിച്ചറിഞ്ഞെങ്കിൽ പോലും വീണ്ടും ഇവർക്ക് നിങ്ങളൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പഴയ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി റിപ്പീറ്റ് ചെയ്യുവാനായിട്ടുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇവർ ആദ്യം കാണുമ്പോൾ ഒരുപാട് നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ക്ഷമയൊക്കെ നിങ്ങളോട് ചോദിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട, ബൗണ്ടറി വെക്കണമെന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ഇവരുടെ എനർജി എന്ന് പറയുന്നത് ഒരു സ്ഥിരതയില്ലാത്ത എനർജിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കുവാനായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു അവസരം ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കണ്ട എന്നാണ് നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ തന്നെ ചിന്തിച്ചു തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു വ്യക്തിയെ വീണ്ടും പഴയ രീതിയിൽ സ്വീകരിക്കണോ അതോ ബൗണ്ടറി വെക്കണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലവരുടെ താങ്ക് യു.